ഓക്കെ, നമ്മൾ ഇന്നലെ മെയ് മാസം നോക്കിയല്ലേ? ഇന്ന് നമുക്ക് ഏപ്രിൽ നോക്കാം. വിത്ത് കുറച്ച് അതിന്റെ റിലേറ്റഡ് ഫാക്ടും കൂടി പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അറിയാവോ? നിധി തിവാരി. ആരാണ്? നിധി തിവാരി. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിയമിതനായത് ആരാണ്? നിധി തിവാരി. 2014 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ആണ് ഈ നിധി തിവാരി എന്ന് പറയുന്ന ആള് കേട്ടോ. 2022 മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറി ആയും 2023 ജനുവരി 6 ഡെപ്യൂട്ടി സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇപ്പോൾ ആരാണ് നിലവിലെ? പ്രൈവറ്റ് സെക്രട്ടറി ആണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? നിധി തിവാരി. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. അപ്പോ 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. ഇനി ഈ പുരസ്കാരം എത്ര രൂപയാണ് പുരസ്കാര തുക എന്ന് അറിയാമോ? ഒരു അഞ്ച് അങ്ങ് പറഞ്ഞാൽ മതി. 55,555. ഓക്കെ, അതാണ് ഈ ക്യാഷ് പ്രൈസും. പിന്നെ എന്താണ്? കലാഭവൻ ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് സമ്മാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? സ്പൈസസ് ബോർഡ് ആരാണെന്ന് അറിയാവോ? സ്പൈസസ് ബോർഡ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ആരാണ്? അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ആരാണ്? 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസമാണ് ബോറിസ് സ്പാസ്കി. ആരാണ്? ബോറിസ് സ്പാസ്കി. ബോറിസ് സ്പാസ്കി. ഏത് രാജ്യത്തെ സർക്കാർ 2025 സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ചു? ജങ്ക് ഫുഡ് സ്കൂളിൽ നിരോധിച്ചു. ഏത് രാജ്യമാണെന്ന് അറിയാമോ? മെക്സിക്കൻ സർക്കാരാണ് കേട്ടോ. അപ്പൊ മെക്സിക്കൻ സർക്കാർ എന്ത് ചെയ്തു? സ്കൂളിൽ ജങ്ക് ഫുഡ് നിരോധിച്ചു. കുട്ടികളിലെ അമിതവണ്ണവും ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കാനാണ് ഈ നയം. പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ, സോഡകൾ, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്നിവ നിരോധിച്ചു. മെക്സിക്കോയിൽ 30% കുട്ടികൾ അമിതവണ്ണമോ പൊണ്ണത്തടിയോ ഉള്ളവരാണ്. അതുകൊണ്ടാണ് മെക്സിക്കൻ സർക്കാർ എന്ത് ചെയ്തത്? സ്കൂളിൽ ജങ്ക് ഫുഡ് എന്ത് ചെയ്തു? നിരോധിച്ചു. ഓക്കെ അല്ലേ? 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന രാജ്യം? നോർവേ. ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിലാണ് കേട്ടോ 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിലെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. ഓക്കെ അല്ലേ? WHO റോഡ് സുരക്ഷാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 49 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49. ഒന്നാം സ്ഥാനത്ത് ആരാണ്? നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 49 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 49. അടുത്ത് ലോക്സഭയിൽ 2025 ഏപ്രിലിൽ പസായ വഖഫ് ബിൽ എന്തിനെ ലക്ഷ്യമിടുന്നു? അപ്പോൾ 2025 ഏപ്രിലാണ് പസായ വഖഫ് ബിൽ, അത് ഭേദഗതി ബില്ലാണ് കേട്ടോ. അത് എന്തിനെ ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചാൽ 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്ത് മുസ്ലിം വിഭാഗം ദാനം ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടവും നടത്തിപ്പും സുതാര്യവും കാര്യക്ഷമവും ആക്കുക. അതാണ് 2025 ഏപ്രിൽ പാസ്സാക്കിയ ഏത്? വഖഫ് ബില്ല് കേട്ടോ. അപ്പൊ വഖഫ് ബില്ല് നമുക്കറിയാം. വഖഫ് ബില്ല് ഇത് ഇപ്പൊ ഭേദഗതിയാണ്. ഇത് മുമ്പേ ഉണ്ട്. അതിന്റെ വർഷം ഏതാണ്? 1995 വഖഫ് നിയമത്തിനെ എന്ത് ചെയ്തു? 2025 ഭേദഗതി ചെയ്തു. അത് എന്തിനാണ് ഭേദഗതി ചെയ്തത്? മുസ്ലിം വിഭാഗം ദാനം ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടവും നടത്തിപ്പും സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഭേദഗതി ചെയ്തത്. ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഇസ്ലാമിക് സമൂഹത്തിന് ദാനമായി നൽകുന്ന സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന നിയമമാണ്. ദാനമായിട്ട് സ്വത്ത് കൊടുക്കൂലേ, അതിനെ നിയന്ത്രിക്കുന്ന നിയമമാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ഒരു വ്യക്തി തന്റെ സ്വത്ത് സ്ഥിരമായി ഇസ്ലാമിക ധർമ്മ കാര്യങ്ങൾക്കായി സമർപ്പിക്കും. സ്ഥിരമായിട്ട് ഇസ്ലാമിക ധർമ്മ കാര്യങ്ങൾക്ക് വേണ്ടി സ്വത്ത് എന്ത് ചെയ്യും? സമർപ്പിക്കും. ഇനി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് എന്ത് ചെയ്തത്? ബില്ല് അവതരിപ്പിച്ചത്. അപ്പൊ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ച ആരാണ്? കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് അവതരിപ്പിച്ചത്. വഖഫ് ബോർഡിലെ അഴിമതിയും കയ്യേറ്റവും തടയാനാണ് ഇതിന്റെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ വഖഫ് ബോർഡിലുള്ള അഴിമതിയും കയ്യേറ്റവും ഒക്കെ എന്ത് ചെയ്യുക? തടയുക. അതാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ നമ്മൾ ഇന്നലെയും പറഞ്ഞു. ആരാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ നിയമിതനായത്? പൂനം ഗുപ്ത. ആരാണ്? പൂനം ഗുപ്ത. 2025 മുതൽ 3 വർഷത്തേക്കാണ് പൂനം ഗുപ്തയുടെ നിയമനം. ഏത് പോസ്റ്റാണ്? RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ്. ഇനി 2025 മുതൽ 3 വർഷത്തേക്കാണ് നിയമനം. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനം?
നമ്മളെ സ്വന്തം കേരളം. എന്തിനാണ്? ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ദേശീയ അവാർഡാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ദേശീയ അവാർഡ് കിട്ടിയത് ആർക്കാണ്? കേരളത്തിനാണ്. ബോധവൽക്കരണം, നേരത്തെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പൊ എങ്ങനെയാണ് കേരളത്തിന് ഈ നേട്ടം കിട്ടിയതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ബോധവൽക്കരണം, നേരത്തെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ, ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള ദേശീയ അവാർഡ് ആർക്ക് കിട്ടിയത്? കേരളത്തിന് കിട്ടിയത്. ഓക്കെ അല്ലേ? ISS-ലേക്ക് പോകുന്ന, അതായത് ഇന്ത്യൻ നമ്മുടെ സ്പേസിലോട്ട് പോകുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ലയാണ് അല്ലെ? ശുഭാംശു ശുക്ലയാണ്. 2025 സ്പേസ് എക്സ് ഡ്രാഗൺ വാഹനത്തിലാണ് യാത്ര. 2025 സ്പേസ് എക്സ് ഡ്രാഗൺ വാഹനത്തിലാണ് യാത്ര. 1984 ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആര്? ശുഭാംശു ശുക്ല. ആദ്യം പോയത്, അപ്പൊ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. 1984 ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? ശുഭാംശു ശുക്ല. ഓക്കെ അല്ലേ? പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ കണ്ടെത്തിയ പുതിയ തുമ്പി ഇനത്തിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്ന് പുതിയതായിട്ടൊരു ജീവിയെ കണ്ടെത്തി. ആ ജീവി ഏതാണ്? അത് തുമ്പിയാണ് കേട്ടോ. ആ തുമ്പിയുടെ ശാസ്ത്രീയ നാമമാണ് വയനാടെന്നല്ലേ കണ്ടെത്തിയത്? അപ്പൊ യുവേഭ വയനാടൻസിസ്. എന്താണ്? യുവേഭ വയനാടൻസിസ്. ഫലത്തിന്റെ ഫ. യുഫേയ വയനാടൻസിസ്. ഓക്കെ, വയനാടൻ അരുവിയൻ എന്നാണ് കേട്ടോ അതിന്റെ പേര്. അതായത് ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ത്? യുഫേവ വയനാടൻസിസ്. അതിന്റെ പേര് വയനാടൻ അരുവിയൻ എന്നാണ്. വയനാടൻ അരുവിയൻ. അതെ. ഈ തുമ്പി വ്യത്യസ്ത നിറവും വേഗമേറിയ അരുവികളോട് ചേർന്നുള്ള ആവാസ വ്യവസ്ഥയുമാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഈ തുമ്പിയുടെ പ്രത്യേകത എന്താണ്? ഇതിന് നല്ല വേഗതയുണ്ട്, വ്യത്യസ്തമായ നിറമുണ്ട്, നല്ല വേഗതയുണ്ട്. പിന്നെ എന്താണ്? വേഗമേറിയ അരുവിയോട് ചേർന്നുള്ള ആവാസ വ്യവസ്ഥയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കിയോ, 2025 മെയ് മാസത്തിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 7ാം പതിപ്പ് എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ്? നമ്മൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പറഞ്ഞു. 7ാം പതിപ്പാണ് 2025 നടക്കാൻ പോകുന്നത്. എവിടെയാണ്? ബീഹാറിലെ 5 നഗരങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പാട്ന, ഗയ, ഭഗൽപൂർ, മുസഫർപൂർ, ദർഭംഗ, ഇങ്ങനെ 5 നഗരങ്ങളിലാണ് നടക്കുന്നത്. മെയിൻ ആയിട്ട് സംസ്ഥാനം നോക്കിയാൽ മതി. എവിടെയാണ്? ബീഹാറിലാണ് നടക്കുന്നത്. അപ്പോൾ 2025 മെയ് മാസത്തിലാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബീഹാറിലാണ് നടക്കുന്നത്. 2025 മെയ് 4 മുതൽ 15 വരെയാണ് മത്സരം നടന്നത്. നമ്മുടെ യുവജനകാര്യ മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ് ഇത് പ്രഖ്യാപിച്ചത്. 18 വയസ്സിന് താഴെയുള്ള കായിക താരങ്ങൾക്ക് 25-ലധികം വിഭാഗങ്ങൾ മത്സരിക്കാൻ അവസരം ലഭിക്കും. ഓക്കെ അല്ലേ? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് കേട്ടോ. അപ്പൊ 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയാണ് മിത്രവിഭൂഷണം. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എവിടെ നിന്ന്? ശ്രീലങ്കയിൽ നിന്ന് കിട്ടുന്ന പരമോന്നത ബഹുമതിയാണ് ഏത്? മിത്രവിഭൂഷണം. ഓക്കെ, 2025 ഏപ്രിൽ 8 മുംബൈയിൽ പ്രകാശനം ചെയ്ത സൊണാലി ബെന്ദ്രയുടെ ആത്മകഥയുടെ പേരാണ് ബുക്ക് ഓഫ് ബുക്സ്. എന്താണ്? ബുക്ക് ഓഫ് ബുക്സ്. 2025 ഏപ്രിൽ 8 മുംബൈയിൽ പ്രകാശനം ചെയ്ത ആരുടെ? സൊണാലി ബെന്ദ്രയുടെ ആത്മകഥയാണ് ഏത്? ബുക്ക് ഓഫ് ബുക്സ്. മുൻ നടിയായ സൊണാലി ബെന്ദ്രയുടെ ആത്മകഥയാണ് കേട്ടോ ഇത്. അവരുടെ ആത്മകഥയാണ് എന്ത്? എ ബുക്ക് ഓഫ് ബുക്സ്. നോക്കിയോ, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നമ്മൾ ഇന്നലെയും പറഞ്ഞു. ആർക്കാണ്? സാറ ജോസഫ്. എത്ര രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം? 3 ലക്ഷം രൂപയാണ്. അതെ, മാതൃഭൂമി 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. അവരുടെ 5 ദശകത്തെ സാഹിത്യ നാരീവാദ സംഭാവനകൾക്കാണ് അവാർഡ് ലഭിച്ചത്. അതായത് 5 വർഷത്തെ സാഹിത്യ നാരീവാദ സംഭാവനകൾക്കാണ് എന്ത് കിട്ടിയത്? അവാർഡ് ലഭിച്ചത്. ആലാഹയുടെ പെൺമക്കൾ പോലുള്ള കൃതികൾ സാമൂഹികവും നീതിയും ലിംഗസമത്വവും ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആലാഹയുടെ പെൺമക്കൾ ആരുടേതാണ്? സാറ ജോസഫിന്റേതാണ് ആലാഹയുടെ പെൺമക്കൾ. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. എന്താണ് ഈ വർഷത്തെ പ്രമേയം? ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ. എന്നാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത്? 1948 ഏപ്രിൽ 7 ആരോഗ്യ സംഘടന ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. എല്ലാ വർഷവും വ്യത്യസ്ത തീമുകളിൽ ലോകമെമ്പാടും എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യ ദിനം ആചരിക്കുന്നു. അപ്പൊ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം മറക്കണ്ട. ഈ വർഷത്തെ പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ. ഓക്കെ അല്ലേ?
2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. സാധു ഭദ്രേഷ് ദാസ് ആരാണ്? സാധു ഭദ്രേഷ് ദാസ്. സാധു ഭദ്രേഷ് ദാസിനാണ് എന്ത് കിട്ടിയത്? സരസ്വതി സമ്മാൻ ലഭിച്ചത്. സരസ്വതി സമ്മാൻ ലഭിച്ചത്. നിയമവുമായി സംഘർഷത്തിലായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് കാവൽ. എന്താണ്? കാവൽ. നിയമവുമായി സംഘർഷത്തിലായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് കാവൽ. എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ പുനരധിവാസത്തിനും സാമൂഹിക സംയോജനത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് കാവൽ. കുട്ടികളുടെ പുനരധിവാസത്തിനും സാമൂഹിക സംയോജനത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ത്? കാവൽ. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഈ കാവൽ എന്ന് പറയുന്ന പദ്ധതി എന്ത് ചെയ്യുന്നത്? നടപ്പാക്കുന്നത്. മാർഗനിർദ്ദേശവും വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകി കുട്ടികളെ എന്ത് ചെയ്യുന്നു? പുനരധിവസിപ്പിക്കുന്നു. അപ്പൊ ഈ കുട്ടികളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം ഇതൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു. പദ്ധതി ഏതാണ്? കാവൽ. ഏതാണ്? കാവൽ. 2031 ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്ന രാജ്യം. 2031 ഫിഫ വനിതാ ലോകകപ്പ് എവിടെയാണ്? അമേരിക്ക, USA നടക്കുന്നത് കേട്ടോ. 2031 ഫിഫ വനിതാ ലോകകപ്പ് എവിടെ നടക്കുന്നു? അമേരിക്ക. 2023 വനിതാ ലോകകപ്പ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായിട്ടാണ് നടന്നത്. 2023 ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡുമായിട്ടാണ് നടന്നത്. അമേരിക്ക നേരത്തെ 1999 2003 വനിതാ ലോകകപ്പിന് ആതിഥ്യം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അമേരിക്ക 2031 നടക്കുന്നത്. ഇതിനു മുന്നേ 1999 2003 എവിടെയായിരുന്നു? അമേരിക്കയിലായിരുന്നു. പിന്നെ 2023 എവിടെയൊക്കെ ആയിരുന്നു? ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ആയിട്ടാണ് ഫിഫ വനിതാ ലോകകപ്പ് നടന്നത്. ഓക്കെ, ഇനി ഫിഫ വനിതാ ലോകകപ്പ് ആദ്യമായിട്ട് നടന്നത് എന്താണെന്ന് അറിയാവോ? അത് 1991 ചൈന. ഓക്കെ, 1991 ചൈനയിലാണ് ആദ്യമായിട്ട് എന്ത് നടന്നത്? ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നത്. 2023 ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായിട്ട് നടന്നു. 31 എവിടെ നടക്കും? അമേരിക്കയിൽ നടക്കും. ഓക്കെ അല്ലേ? അടുത്ത് 2035 ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്ന രാജ്യം. 2035 അത് UK ആണ് കേട്ടോ. UK ആണ്. അപ്പൊ 31 31 അമേരിക്ക, 35 UK, 35 UK. ഓക്കെ അല്ലേ? നോക്കിയോ, കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ കടൽ പാലം പാമ്പൻ പാലം. രാമേശ്വരം പാമ്പൻ പാലം. മുമ്പ് നമുക്ക് വെർട്ടിക്കൽ ഉണ്ടായിരുന്നല്ലേ? അതായത് ഇപ്പൊ എന്താണ്? ഇത് നേരെ ഇങ്ങനെ മുകളിലോട്ട് ഉയരും പാലം. അതാണ് എന്താണ്? ലംബമായിട്ട് ഉയരണ പാലമാണ് ഏത്? പാമ്പൻ പാലം കേട്ടോ. പാമ്പൻ പാലം എവിടെയാണ്? തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനെയും മുഖ്യ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നു. രാമേശ്വരത്താണ് മെയിൻ ആയിട്ടും കേട്ടോ. ഇനി വെർട്ടിക്കൽ ലിഫ്റ്റ് മെക്കാനിസം ഉപയോഗിച്ച് കപ്പലുകൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. അതായത് എന്ത് ചെയ്യും? മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് കപ്പലിന് എന്ത് ചെയ്യാം? അടിയിൽ കൂടി അതങ്ങ് പോവാം. അപ്പോൾ അല്ലാതെ കപ്പലില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാം? താഴ്ത്തി വെച്ച് നോർമലി റെയിൽവേ പാളം പോലെ വെക്കുകയും ചെയ്യാം. ഈ പാലം നിർമ്മിച്ചത് ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. ആരാണ് നിർമ്മിച്ചത്? ഇന്ത്യൻ റെയിൽവേ ആണ്. കുടുംബശ്രീയുടെ ആദിവാസി കലകളുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പേര്. ആദിവാസി കലകളുമായി ബന്ധപ്പെട്ടതാണ് എന്താണ്? ജെൻ ഗെൽസ്. എന്താണ്? ജെൻ ഗെൽസ്. ഗെൽസാന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അത് ജെൽസ അല്ലാതെ മറ്റേ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എന്തോ ഒരു ആചാരമല്ലേ ജെൽസ? അതല്ലേ? എവിടെയോ കേട്ട ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ കുടുംബശ്രീയുടെ ആദിവാസി കലകളുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പേരാണ് ജെൻ ഗെൽസ്. ഇത് ഗായാണ്, ഗംഗേര ഗാ. ഓക്കെ. ജംഗൽസ് എന്നതിനെ ചേർത്ത് വായിക്കണമെങ്കിൽ ജംഗൽസ് എന്ന് വായിക്കാം കേട്ടോ. അപ്പൊ ജെൻ ഗെൽസ് എന്നാണ് പേര് കേട്ടോ. എന്താണ്? ജെൻ ഗെൽസ്. കുടുംബശ്രീയുടെ ആദിവാസി കലകളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? ജെൻ ഗെൽസ്. ഈ പദ്ധതി ആദിവാസി സമൂഹത്തിന്റെ പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുടുംബശ്രീ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതികളിൽ ഒന്നാണ്. ആദിവാസി കലാകാരന്മാർക്ക് വരുമാനം ഉണ്ടാക്കാനും അവരുടെ പാരമ്പര്യം സംരക്ഷിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആദിവാസി സമൂഹത്തിന്റെ പരമ്പരാഗത കലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഏത് പദ്ധതി ആരംഭിച്ചത്? ജെൻ ഗെൽസ് നടപ്പിലാക്കിയത്. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ടഗ് എന്നാൽ എന്താണ് ഗ്രീൻ ടഗ് എന്ന് പറഞ്ഞാൽ? ഗ്രീൻ ടഗ്, ഇന്ത്യയുടെ ആദ്യ ഗ്രീൻ ടഗ് എന്നത് ബയോഫ്യൂവലും ഹൈഡ്രജനും ഉപയോഗിക്കുന്ന തുറമുഖ
ടഗ് ബോട്ടാണ് കേട്ടോ. എന്താണ് ഗ്രീൻ ടഗ് എന്ന് പറഞ്ഞാൽ ഒരു ടഗ് ബോട്ടാണ്. എന്താണ് ബയോ ഫ്യൂവലും അതുപോലെ എന്താണ് ഹൈഡ്രജനും ഉപയോഗിക്കുന്ന തുറമുഖ ടഗ് ബോട്ടാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ ടഗ് കേട്ടോ, ഗ്രീൻ ടഗ്. അപ്പോൾ ബയോ ഫ്യൂവലും ഹൈഡ്രജനും ഉപയോഗിക്കുന്ന തുറമുഖ ടഗ് ബോട്ടാണ് ഗ്രീൻ ടഗ്. ഇത് കാർബൺ ഉത്പാദനം, അതായത് കാർബണിന്റെ എന്താണ് പുറന്തള്ളൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഉദ്ഗമനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ പ്രോജക്റ്റ് വർഷ എന്താണെന്ന് അറിയാവോ? പ്രോജക്റ്റ് വർഷ അതായത് എന്താണ് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു നേവൽ ബേസ് പദ്ധതിയാണ് എന്ത് പ്രോജക്റ്റ് വർഷ. മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ പോവരുത്. ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു നേവൽ ബേസ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പ്രോജക്റ്റ് വർഷ. എന്താണ് പ്രോജക്റ്റ് വർഷ? അപ്പൊ നോക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നായ ഏതാണ് MSC തുർക്കി. MSC തുർക്കി എവിടെ വന്നു? നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നായ MSC തുർക്കി എവിടെയാണ് എത്തുന്നത്? നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് എത്തുന്നത്. 2025 മധ്യത്തോടെയാണ് കപ്പൽ എത്താൻ പോകുന്നത്. പിന്നെ ഓട്ടോമാറ്റഡ് ക്രെയിനുകളും 20 മീറ്റർ ഡ്രാഫ്റ്റും ഉൾപ്പെടെ ന്യൂനത സൗകര്യങ്ങളോട് കൂടിയുള്ള തുറമുഖമാണ് ഏത്? നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേട്ടോ. ഓട്ടോമാറ്റഡ് ക്രെയിനുകളും 20 മീറ്റർ ഡ്രാഫ്റ്റും ഉൾപ്പെടെ ന്യൂനത സൗകര്യങ്ങളുള്ള ഒരു തുറമുഖമാണ് ഏത്? നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോ. 2025 ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ശുചിത്വ മേഖലയിലെ കോൺക്ലേവിന്റെ പേരാണ് വൃത്തി 2025. എന്താണ് വൃത്തി 2025? ദ ക്ലീൻ കേരള കോൺക്ലേവ്. വൃത്തി 2025 ദ ക്ലീൻ കേരള കോൺക്ലേവ്. ഒരു ക്ലാ ഉണ്ടല്ലേ? അപ്പൊ 2025 ഏപ്രിൽ 9 മുതൽ 13 വരെ നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ശുചിത്വ മേഖലയിലെ കോൺക്ലേവിന്റെ പേരാണ് വൃത്തി 2025 ദ ക്ലീൻ കേരള കോൺക്ലേവ്. ഓക്കെ, കോൺക്ലേവ് ദ ക്ലീൻ കേരള കോൺക്ലേവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ RBI റിപ്പോ നിരക്ക് എത്ര ശതമാനമായി കുറച്ചു? 6.25 കേട്ടോ. അപ്പൊ എത്രയാണ്? 6.25. അപ്പൊ നമ്മുടെ RBI റിപ്പോ റേറ്റ് എത്രയായിട്ട് കുറച്ചു? 6.25 ആയിട്ട് കുറച്ചു. ഓക്കെ, എന്താണ് ഈ റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാ? നമ്മളെ നോർമൽ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും? RBI ചെന്ന് പൈസ എടുക്കും അല്ലേ? അപ്പൊ ആ സമയത്ത് RBI ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുന്നത് റിപ്പോ എന്ന് പറയുന്നത്. റിപ്പോ നിരക്ക് എന്നാൽ ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾക്ക് പണമില്ലായ്മ നേരിടുമ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം? കടം വാങ്ങാം. കടം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്കാണ് എന്ത്? റിപ്പോ എന്ന് പറയുന്നത്. അതുപോലെ റിവേഴ്സ് റിപ്പോ ഉണ്ട്. അതെന്താണ്? തിരിച്ച് RBI എന്ത് ചെയ്യും? വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങാം. ആ സമയത്ത് വാണിജ്യ ബാങ്കുകൾ കൊടുക്കുന്നതാണ് എന്ത്? റിവേഴ്സ് റിപ്പോ. റിപ്പോ നിരക്ക് 25 ബേസ് പോയിന്റ് കുറച്ചാണ്. അതായത് 25 ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0.25. 25 ബേസ് പോയിന്റ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. 0.25 കുറച്ചാണ് പുതിയ നിരക്ക് നിശ്ചയിച്ചത്. നിലവിലെ അപ്പോൾ 6.5 ആയിരുന്നു. അതിപ്പോ എത്രയായി? 6.25 ആയിട്ട് കുറഞ്ഞു. നിലവിലെ പണപ്പെരുപ്പ നിരക്ക് എത്രയാണെന്ന് അറിയാമോ? ഇൻഫ്ലേഷൻ റേറ്റ് അത് 5.1. എത്രയാണ്? 5.1. നിലവിലെ എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്? പണപ്പെരുപ്പ നിരക്ക് 5.1. എടാ 2028 ലോസ് ഏഞ്ചൽസിൽ വെച്ച് ഒളിമ്പിക്സ് നടക്കുന്നുണ്ടല്ലേ? ആ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഒരു പുതിയ കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ്. ഏതാണ്? ക്രിക്കറ്റ്. അപ്പൊ 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഏതാണ് നമ്മുടെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ പോകുന്ന കായിക ഇനമാണ് ഏത്? ക്രിക്കറ്റ്. 2020 ഫോമിലാണ് ഒളിമ്പിക്സിൽ മത്സരിക്കുക. അപ്പൊ ഏത് ഫോമിലാണ് മത്സരിക്കുന്നത്? 2020 ഫോർമാറ്റിലായിരിക്കും മത്സരിക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 6 ടീമുകൾ വീതം മത്സരിക്കും. അപ്പൊ പുരുഷന്മാരുടെ ടീമിൽ 6, സ്ത്രീകളുടെ ടീമിൽ 6, അങ്ങനെ 6 ടീമുകൾ വീതം മത്സരിക്കും. 1900 ശേഷം ആദ്യമായാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എപ്പോ? 1900 മുന്നേ. അപ്പൊ 1900 ശേഷം, 1900-ലാണല്ലോ നമ്മുടെ ആധുനിക ഒളിമ്പിക്സ് തുടങ്ങുന്നത്. അപ്പൊ അതിനുശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്നത്. മികച്ച റാങ്കുള്ള ടീമുകൾക്ക് യോഗ്യതയും ആതിഥേയ US ഓട്ടോമാറ്റഡ് എൻട്രിയും ലഭിക്കും. എവിടെ വെച്ചാണ് നടക്കുന്നത്? US വെച്ചാണ് നടക്കുന്നത്. അപ്പൊ US എന്ത് കിട്ടും? ഓട്ടോമാറ്റിക് എൻട്രി കിട്ടും. ബാക്കി എന്താണ്? മികച്ച ടീമുകൾക്കായിരിക്കും യോഗ്യത കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ക്രിക്കറ്റ് 2028 നടക്കുന്ന ലോസ് ഏഞ്ചൽസ് നമ്മുടെ ഒളിമ്പിക്സിൽ എന്ത് ഒരു പുതിയ ഇനമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. കിട്ടിയോ?
എടാ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് അല്ലേ, അത് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ റേറ്റിംഗ് എത്രയാണ്? 81. എത്രയാണ്? 81. ഏറ്റവും മികച്ച പാസ്പോർട്ടുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂർ ആണ് കേട്ടോ. സിംഗപ്പൂർ ഇന്ത്യൻ പാസ്പോർട്ടിന് 60 രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം? വിസ രഹിത അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ പ്രവേശനം ലഭിക്കുന്നത്. അതായത് വിസ ഇല്ലാതെ നമുക്ക് എത്ര രാജ്യങ്ങളിലോട്ട് പോവാം? 60 രാജ്യങ്ങളിലോട്ട് പോവാം. അതാണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 81. നമുക്ക് 60 രാജ്യങ്ങളിലോട്ട് എന്ത് ചെയ്യാം? വിസ ഇല്ലാതെ പോകാം. 2024 82ാം സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനം മുന്നേറിയാണ് 81ാം സ്ഥാനത്തോട്ട് ഇന്ത്യ എത്തിയത്. ഓക്കെ, 1ാം സ്ഥാനത്ത് ആരാണ്? സിംഗപ്പൂർ ആണ് കേട്ടോ. സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്തുള്ളത്. 2024 വർഷത്തെ ശ്രീ ചിത്തിര തിരുനാൾ അവാർഡിന് അർഹനായത് ആരാണ്? നമ്മുടെ ഇവിടത്തെ ഞാൻ ക്ലൂ പറഞ്ഞതിന് മുന്നേ പറഞ്ഞു, ജയറാമും PR ശ്രീജേഷുമാണ് കേട്ടോ. അപ്പൊ 2024 വർഷത്തെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായത് ആരൊക്കെയാണ്? ജയറാമും PR ശ്രീജേഷും. ജയറാമും PR ശ്രീജേഷും. റഷ്യയുടെ 80ാമത് വിജയദിനം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവ് ആരായിരിക്കും? നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയുടെ 80ാമത് വിജയദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ആരെ? നമ്മുടെ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. അടുത്തത് ഭാനു മുഷ്താഖാരുടെ ഇന്നലെ നമ്മൾ വായിച്ചു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയ ഏതാണ് കൃതി? ഹാർട്ട് ലാമ്പ്. ആ ഹാർട്ട് ലാമ്പ് എന്താണ്? ചെറുകഥാ സമാഹാരമാണ് കേട്ടോ. ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. കന്നഡ സാഹിത്യകാരിയാണ് ആര്? നമ്മുടെ ഭാനു മുഷ്താഖ്. മറന്നു പോവരുതേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് IOS ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി 2025 ഏപ്രിൽ 5 കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസൽ ഏതാണെന്ന് ചോദിച്ചാൽ INS സുനൈന. INS സുനൈന നല്ല പേരല്ലേ സുനൈന. INS സുനൈന. എന്താണ്? എന്താണ് ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി 2025 ഏപ്രിൽ 5 കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസലാണ് INS സുനൈന. INS സുനൈന. ഈ INS സുനൈന നിർമ്മിച്ചിരിക്കുന്നത് ഗോവ ഷിപ്പ്യാർഡിലാണ് കേട്ടോ. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ആരെ നിർമ്മിച്ചത്? INS സുനൈന നിർമ്മിച്ചത്. INS സുനൈന നിർമ്മിച്ചത് ആരാണ്? നമ്മുടെ ഗോവ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കാൻ കേരള സർക്കാർ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു. K-സ്മാർട്ട്. ഏതാണ്? K-സ്മാർട്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കാൻ കേരള സർക്കാർ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് K-സ്മാർട്ട്. തദ്ദേശ MP രാജേഷ്. വേറെ മണ്ഡല തൃത്താല. ഓക്കെ, നമ്മളതെല്ലാം പഠിച്ചു ഗൈസ്. K-സ്മാർട്ട് സോഫ്റ്റ്വെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും സുതാര്യമാക്കുന്നതിനെ സഹായിക്കും. പൗരന്മാർക്ക് വീട്ടിലിരുന്ന് തന്നെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്നുള്ള സംവിധാനമാണ് K-സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കാൻ കേരള സർക്കാർ അവതരിപ്പിച്ച സോഫ്റ്റ്വെയറിന്റെ പേരാണ് K-സ്മാർട്ട്. K-സ്മാർട്ട്. 2028 ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ പോകുന്ന കായിക ഇനമാണ് ഏത്? ക്രിക്കറ്റ്. ഈ ക്രിക്കറ്റ് മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എത്ര ടീമുകൾ പങ്കെടുക്കും? 6 ടീമുകൾ പങ്കെടുക്കും. 6 ടീമുകൾ പങ്കെടുക്കും. ബംഗാൾ ഗവർണർ ആരാണെന്ന് അറിയാമോ? ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് ആണ്. CV ആനന്ദ ബോസ് ആണ് കേട്ടോ. ബംഗാളിലെ ഗവർണർ ആരാണ്? CV ആനന്ദ ബോസ്. എന്താണ് പ്രത്യേകത എന്നറിയാവോ? കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പശ്ചിമ ബംഗാൾ ഗവർണറാണ് ആര്? CV ആനന്ദ ബോസ്. CV ആനന്ദ ബോസ് എവിടുത്തെ ഗവർണറാണ്? ബംഗാളിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പശ്ചിമ ബംഗാൾ ഗവർണറാണ് ആര്? CV ആനന്ദ ബോസ്. CV ആനന്ദ ബോസ്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. അപ്പൊ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസ് പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. മാക്രോൺ മിഡിൽ ഈസ്റ്റിലെ സമാധാന സ്ഥാപനത്തിനായി 2 സ്റ്റേറ്റ് പരിഹാരം
രണ്ട് സ്റ്റേറ്റ് പരിഹാരം പിന്തുണയ്ക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം. അപ്പോൾ അവിടുത്തെ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ പാലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കണം. അതിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഈ പാലസ്തീനെ എന്തായിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ ആര് പ്രഖ്യാപിച്ചത്? ഇമ്മാനുവൽ മാക്രോൺ ആരാണ്? ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ് നിർത്താം. എന്താണെന്ന് ചോദിച്ചാൽ കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കക്കാടംപൊയിൽ കുരിശുമല എവിടെയാണ്? കോഴിക്കോടാണ്. കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം എവിടെയാണ്? കോഴിക്കോട്. ഈ കക്കാടംപൊയിൽ കുരിശുമല പ്രകൃതി സൗന്ദര്യത്തിനും ഹരിത ഭംഗിക്കും പേരുകേട്ട ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കോഴിക്കോട് നഗരത്തിന്റെ പനോരമിക് വ്യൂ സാധിക്കും. പനോരമിക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വ്യൂ, ഫുൾ വ്യൂ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ കുരിശുമലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ നടത്തുന്നത് വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചേർന്നാണ്. വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചേർന്നിട്ടാണ് നടത്തുന്ന ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാണംകുഴി ഇക്കോ ടൂറിസം എവിടെയാണ്? പാണംകുഴി ഇക്കോ ടൂറിസം പെരിയാറിന്റെ തീരത്താണ്, എറണാകുളത്ത്. അപ്പൊ പാണംകുഴി ഇക്കോ ടൂറിസം എവിടെയാണ്? പെരിയാറിന്റെ തീരത്ത് എവിടെയാണ്? എറണാകുളത്താണ്. ഏത്? പാണംകുഴി ഇക്കോ ടൂറിസം. ഓക്കെ, നമുക്ക് ഏപ്രിൽ തീർന്നിട്ടില്ല. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ